സ്വന്തമായി മന്ത്രിയെ കിട്ടാത്തതിൽ കടുത്ത നിരാശയിൽ കാസർഗോട്ടുകാർ. അവസാനമായി ജില്ലയ്ക്ക് മന്ത്രിയെ കിട്ടിയിട്ട് 2 പതിറ്റാണ്ടായി. രണ്ടാം പിണറായി സർക്കാരിലും മന്ത്രിസ്ഥാനത്തേക്ക് ജില്ലയെ പരിഗണിച്ചിരുന്നില്ല. മഞ്ചേശ്വരം MLA AK അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും പട്ടികയിൽ പേര് ഇടം പിടിച്ചതുമില്ല. KV ബൈജു ചേരുകയാണ്. ബൈജു, 2 പതിറ്റാണ്ടത്തെ വരൾച്ചയാണ്, പക്ഷേ മന്ത്രിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ മന്ത്രി ലഭ്യതയിലേക്ക് ജില്ല എത്തിയില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ വികസന കാര്യത്തിലൊക്കെ ജില്ലയ്ക്ക് ഉണ്ട് താനും, സംശയമില്ല. എന്താണ് ഇപ്പോൾ ജനങ്ങളുടെ ഈ VD സതീശൻ മന്ത്രിസഭയിലും നിരാശ പടർന്നതിന് ശേഷമുള്ള നിലപാട്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറെ കാലങ്ങളായി കാസർഗോഡ് ജില്ല പ്രധാനമായും ചോദിക്കുന്നത് കേരളത്തിലല്ലേ കാസർഗോഡ് ജില്ല എന്ന ചോദ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ പുതുതായി അധികാരത്തിലേറ്റ VD സതീശൻ മന്ത്രിസഭയിലും സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ആരോഗ്യ മേഖലയായാലും അതുപോലെ തന്നെ ടൂറിസം മേഖലയായാലും ഒക്കെ വലിയ തോതിൽ പിന്നോക്കാവസ്ഥയിലാണ്. വലിയ അവഗണന നേരിടുന്നു എന്ന പരാതിയുണ്ട്. നമുക്കറിയാം, അതിവേഗ റെയിൽപാത പ്രഖ്യാപിച്ചപ്പോൾ അത് കണ്ണൂർ വരെ മാത്രം എന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടായപ്പോൾ വലിയ തോതിൽ പ്രതിഷേധം കാസർഗോഡ് ജില്ലയിൽ നിന്നും ഉയർന്നു വന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ മഞ്ചേശ്വരത്ത് നിന്നും AK അഷ്റഫ് അവസാന പട്ടികയിൽ വരെ ഇടം പിടിച്ചതാണ്. പക്ഷെ അവസാന നിമിഷമാണ് അത് വെട്ടിമാറ്റുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ സ്വന്തമായ ഒരു മന്ത്രി ഇല്ലാതെ വീണ്ടും ഒരു മന്ത്രിസഭ കൂടി അധികാരത്തിൽ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ഇത് സംബന്ധിച്ച് ക്യാമ്പയിനൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മന്ത്രി ഇല്ലാത്തതിനാൽ പ്രധാനമായും ഈ എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്നിട്ട് 3 വർഷമായിരിക്കുന്നു. അതായത് ഇത് മന്ത്രിയാണ് അതിന്റെ ചെയർമാനായി സാധാരണ ഉണ്ടാകാറുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ഒടുവിലായി E ചന്ദ്രശേഖരനായിരുന്നു എൻഡോസൾഫാൻ സെല്ലിന്റെ ചെയർമാൻ. അങ്ങനെ 3 വർഷമായി ഈ സെൽ യോഗം ചേരാത്തത്. പല നിർണായക തീരുമാനങ്ങളും എടുക്കേണ്ടത് ആ യോഗത്തിലാണ്. അത്തരത്തിൽ സ്വന്തമായ ഒരു മന്ത്രി ഇല്ലാത്തതുകൊണ്ട് ജില്ല അനുഭവപ്പെടുന്നത് കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല. മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവിടെ കിടത്തി ചികിത്സ പോലും ആരംഭിച്ചിട്ടില്ല. അത്തരത്തിൽ നേരിട്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ MLA-മാർ, നമുക്കറിയാം ഇത്തവണ 4 MLA-മാരാണ് UDF-ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും ഒരു മന്ത്രിസ്ഥാനം നൽകാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. അത് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ പറയുന്നത് അതാണ്. VD സതീശൻ നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ വലിയ തോതിൽ പിന്തുണ ഈ എൻഡോസൾഫാൻ സമരത്തിനൊക്കെ പ്രഖ്യാപിച്ചതാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ് VD സതീശൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ. പക്ഷെ അപ്പോഴും ഇവിടുത്തെ വിഷയങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ മന്ത്രിസഭയിലൊക്കെ അവതരിപ്പിക്കാൻ ഒരാളില്ല, ഒരു അംഗമില്ല എന്ന വലിയ തോതിലുള്ള ഒരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള വലിയ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഇവർ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് കാര്യമായ ഒരു ഇടപെടൽ ഇത്തരത്തിൽ ഉണ്ടാകും. ഇനിയിപ്പോൾ സണ്ണി ജോസഫിനായിരിക്കും കാസർഗോഡ് ജില്ലയുടെ ചുമതല ഉണ്ടാവുക. അദ്ദേഹം മന്ത്രി കൂടിയാണ്. മന്ത്രി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടി വരും. അതോടൊപ്പം കാസർഗോഡ് ജില്ലയുടെ ചുമതല കൂടി നൽകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നേരിട്ട് ഇടപെടേണ്ട പല പ്രശ്നങ്ങളിലും അതല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കേണ്ട പല മീറ്റിങ്ങുകളിലുമൊക്കെ മന്ത്രിയില്ലാതെ തുടരേണ്ട ഒരു സാഹചര്യം ജില്ലയ്ക്ക് ഉണ്ടാകും. അത് തന്നെയാണ് വലിയ തോതിൽ ഒരു ആക്ഷേപമായി വരുന്നത്. ഏതായാലും 2ാം ടേമിലും മുസ്ലിം ലീഗിന്റെ 2ാം ടേം മന്ത്രിസഭയിലും AK അഷ്റഫിന്റെ പേര് പരിഗണനയിൽ വന്നിട്ടില്ല. അതായത് 2 പതിറ്റാണ്ടായി ഒരു UDF സർക്കാരിൽ ഒരു മന്ത്രി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ട് അത് 2001-ലാണ് ചെർക്കളം അബ്ദുള്ള മഞ്ചേശ്വരത്ത് നിന്നും AK ആന്റണി മന്ത്രിസഭയിലെത്തുന്നു. പിന്നീട് UDF സർക്കാർ അധികാരത്തിലേറി ഒരു മന്ത്രി പോലും കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ചിരുന്നില്ല. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.